6 മാസത്തിന് ശേഷം വീണ്ടും ഓഫർ ആയിട്ട് വന്നിട്ടുണ്ട് മുസഫിറെ. കൊടുക്കില്ല ഓഫർ? ഈ പ്രാവശ്യം 2009 മോഡൽ ആൾട്ടോ എത്ര കൊടുക്കും? 90 രൂപ കൊടുക്കും. അതുപോലെ തന്നെ ജെന്നി വരുന്നുണ്ട് 2005 മോഡൽ എത്ര കൊടുക്കും? 80 രൂപ കൊടുക്കാം. ഇങ്ങോട്ട് വാ. അതുപോലെ തന്നെ ഒരു 800 വരുന്നുണ്ട് 2004 മോഡൽ വൈറ്റ് കണ്ടീഷൻ വണ്ടി എത്ര കൊടുക്കും? 55 രൂപ. എത്ര? 55. നിങ്ങളെ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഇൻഡിക വിസ്റ്റ വരുന്നുണ്ട് 2010 മോഡൽ. 2010 മോഡൽ എത്ര കൊടുക്കും? 85 രൂപ കൊടുക്കും. ഇതും പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ലാസ്റ്റ് എത്ര കൊടുക്കും? 80 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഹോണ്ട സിറ്റി വരുന്നുണ്ട് 2008 മോഡൽ ഹോണ്ട സിറ്റി എത്ര കൊടുക്കും? നമുക്ക് 1.5 പുതിയ പേപ്പർ തുറക്കാം. എത്ര? 1.5 പുതിയ പേപ്പർ. 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. ലാസ്റ്റ് എത്ര കൊടുക്കും? ഫൈനലാണ്. അതിന് നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഇന്നുള്ളത് ഏകദേശം 6 മാസത്തിന് ശേഷം നമ്മളെ കേസ് കാർവേളിൽ മുസഫിറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. മുസഫിറെ, ഓഫർ ഉണ്ടോ? വിളിക്കൂലേ? ഈ പ്രാവശ്യം എന്താ ഓഫർ ഉള്ളത്? ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടില് ഒരുപാട് കാറൊക്കെ നിർത്തിയിട്ട് ഒരു വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. അത് നിന്നിപ്പം പുതിയ യാത്രയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ അല്ലേ? 100 മീറ്റർ മുന്നോട്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ എത്ര കാറുണ്ട്? ഇവിടെ ഒരു 75-80 വണ്ടി ഉണ്ടാവും. 75-80 വണ്ടി. 10 വണ്ടി വീട്ടിൽ പോകുന്നുണ്ട്. നമ്മളത് കറക്റ്റ് സ്പോട്ട് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടേക്ക് അടുത്ത് തറയിട്ടാൽ അതായത് കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് കേസ് കാർവേൾഡാണ് വരുന്നത്. പുള്ളി ആദ്യം വീട്ടിലായിരുന്നു, ഇപ്പൊ യാർഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് ഇവിടെ 55 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 55 നമ്മൾ 800 കാണിച്ചത് അതിനോട് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് എമൗണ്ട് എത്ര വരുന്നത്? ലാസ്റ്റിന് 20 ലക്ഷത്തിന് റേഞ്ച് ഓവർ ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റാണ് അധികം ചെയ്യുന്നത്. നമ്മൾ തുടങ്ങല്ലേ? പൂരം തുടങ്ങല്ലേ? ബസ് തന്നെ 800 തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2008-9 മോഡൽ. 2008-2009. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. 2028 വരെ 2028 വരെ ഫുൾ പേപ്പറും കാര്യങ്ങളുണ്ട്. പുതിയ ഇൻഷുറൻസ്. വണ്ടി വർക്കിംഗ് കണ്ടീഷൻ എന്തായാലും ഹൈ ക്വാളിറ്റി ആണ്. എത്രയൊക്കെ കൊടുക്കുന്നത്? മാസ്കിംഗ് ചെയ്യണത് 80,000 നെഗോഷിയേറ്റ് കൊടുക്കട്ടോ. 80 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ലാസ്റ്റ് തന്നെ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി ഒരു 800 ഉണ്ട്. 800 ഏകദേശം 5 എത്ര ഉണ്ട്? ഒരു 6 വണ്ടി 800 വരുന്നുണ്ട്. അതിൽ ഒരു വണ്ടി കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേതാ വരുന്നത്? 2004 മോഡൽ. 2004 മോഡല്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് അതായത് 2025 ഫസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. 2025 ഫസ്റ്റ് വരെ. അതെ. ഓക്കെ. 2004 മോഡലാണ്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. ടയറൊക്കെ ഏവറേജ് ടയറൊക്കെ വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇതില്ലാത്തത് എത്ര പ്രൈസ് വരുന്നത്? 55 രൂപ ആസ്കിംഗ് ചെയ്യണേ. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ലാസ്റ്റ് എത്ര കൊടുക്കും? 50 രൂപ 50 രൂപയ്ക്ക് കൊടുക്കാം. 2004 മോഡൽ വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ സെറ്റാണ്. AC ഓപ്ഷൻ ആണ്. AC ഏതാ മോഡൽ വരുന്നത്? 2004 എത്ര ചോദിക്കുന്നത്? 60 ചോദിക്കേണ്ട മാറ്റം വരുത്തി കൊടുക്കും. ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ജെന്ന് വരുന്നുണ്ട്. ജെന്ന് ഏതാ വരുന്നത്? ഇത് 2005 MPFI തട്ടമുട്ട റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററിൽ മീറ്ററിൽ 1.5. ഡീസലാണോ? അല്ല, പെട്രോൾ ആണ് വരുന്നത്. 2005 വരുന്നത്. പെട്രോൾ ടയറൊക്കെ ഏവറേജ് ടയറൊക്കെ വരുന്നത്. 80 രൂപ ചോദിക്കുന്നുണ്ട്. 80 രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം കേട്ടോ. 80,000 രൂപ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ ഏതാ വരുന്നത്? ആൾട്ടോ 2009 മോഡൽ. 2009 മോഡൽ ആൾട്ടോ. എത്ര ഓണർഷിപ്പാണ്? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,06,000. 1.6 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഏവറേജ് ടയറാണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 90 രൂപ ചോദിക്കും. 90 രൂപ നെഗോഷ്യബിൾ ആണോ? കുറച്ച് കൊടുക്കാം. അതും ചെയ്ത് കൊടുക്കും. ആൾട്ടോ ഏകദേശം 1, 2, 3, 4, 5 ആൾട്ടോ വരുന്നുണ്ട്. ഇത് 2007 പുതിയ പേപ്പറും കാര്യമൊക്കെ എടുത്ത വണ്ടിയാണ്. 1.5 ആസ്കിംഗ് ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി. 2007 ഏതാ ഓപ്ഷൻ വരുന്നത്? LXI ആണ് വരുന്നത്. നമ്മൾ ആദ്യം കാണിച്ച 2009 LX ആണ് വരുന്നത്. ഇത് LXI ആണ് വരുന്നത്. 1.5 വരുന്നത്. ഓക്കെ. ആൾട്ടോ 800 ഒക്കെ എങ്ങനെയാണ്? ആൾട്ടോ 800 2013 ഉണ്ട്. 2013. അതെ, 13-14 ആണ്. ആസ്കിംഗ് ചെയ്യുന്നത് 2,10,000. 2.10 13-14. എത്രാമത്തെ ഓണർഷിപ്പ് വരുന്നത്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 13-14 2.10 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എത്ര വരെ ലാസ്റ്റ് ചെയ്ത് കൊടുക്കും? മാക്സിമം ചെയ്ത് കൊടുക്കാം. റിഡ്സോ? ഇത് റിഡ്സ് 2011 VDI. 2011 ഡീസൽ. ഓണർഷിപ്പ് 4th ആണ്. തട്ടമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ ചെക്ക് ചെയ്യാം. കിലോമീറ്ററോ? 1,02,000. 1.2. പ്രൈസ് അങ്ങനെ വരുന്നത്? 2.40. 2011 മോഡൽ. 2.40 വരുന്നത് അല്ലേ? ടയറൊക്കെ എന്താ മതി? അത് കണ്ടല്ലോ. ടയറൊക്കെ ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ.
ഈ വാഗ്നർ 1 2 3 ഏകദേശം ഒരു 8ഓളം വാഗ്നർ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡീറ്റെയിൽസ് പറയാം നമുക്ക്. ഇത് 2018-19 മോഡലുണ്ട്. 2018-19 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000. 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കണ്ടിട്ടില്ല, ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. വണ്ടി ഇന്നലെ കയറിയിട്ടാണോ? വണ്ടി ഇന്ന് കയറിയതാണ്. ഇന്ന് കയറിയതാണ്. പ്രൈസ് എങ്ങനെ വരുന്നത്? ചോദിക്കേണ്ടത് 4,20,000. 4,20,000. 2018-19 കേട്ടോ. 18-19 4,20 ആണ് ചോദിക്കുന്നത്. എത്ര ലോൺ കയറുന്നത്? ഇതിന്മേൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ഒന്ന് പാർട്ടിക്കാരൊന്ന് വർഷോപ്പാണെന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ഓക്കെ. ടയറൊക്കെ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ കാണിക്കാനുള്ളത്? CNG ആണ് വാഗ്നർ. വാഗ്നർ CNG ഏതാണ് വരുന്നത്? 2021 വണ്ടിയുണ്ട്. 2021 വാഗ്നർ CNG വളരെ കുറവാണ്. ഇതല്ലേ ന്യൂ ഷേപ്പ്. ഓക്കെ, ന്യൂ ഷേപ്പ്. ഇത് കറക്റ്റ് എത്ര മൈലേജ് കിട്ടും? 35 വരെ കിട്ടുന്നുണ്ട്. 35 വരെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളം പോയപ്പോൾ യൂബറിൽ കയറിയപ്പോൾ യൂബർ ഒരു CNG വന്നു. അവരോട് ചോദിച്ചപ്പോൾ 30-32 എന്തായാലും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 മേലെ കിട്ടുന്നുണ്ട്. 30 മേലെ എന്തായാലും കിട്ടുന്നുണ്ട്. 30 മേലെ എന്തായാലും കിട്ടുന്നുണ്ട്. 2021 മോഡൽ. 21 മോഡലാണ്. ഇത് വളരെ കുറവാണ്. സിംഗിൾ ഓണർ വണ്ടി, 50,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ, ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം ടയറും വരുന്നുണ്ട്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. LXI VXI ഒക്കെ ചെയ്തതാണ്. LXI VXI അലയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് ആസ്കിങ് ചെയ്യുന്നത് 6,10,000 ആണ്. 6,10. ഇതിപ്പോ ഓൺ റോഡ് പ്രൈസ് എത്ര വരുന്നത്? CNGക്ക് 8,300. 8,300 വരുന്നുണ്ട്. 50,000 കിലോമീറ്റർ ഓടിച്ച് 6,10 ആണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? കാശ് എത്ര ചെയ്ത് കൊടുക്കും? പാർട്ടിന്റെ വണ്ടിയാണ്. നമുക്ക് സംസാരിച്ചു നോക്കാം. ലോൺ എത്ര വരെ കയറും? 5-5.5 വരെ ചെയ്ത് കൊടുക്കാം. 5-5 വരെ ചെയ്ത് കൊടുക്കാം. 5-5 വരെ ചെയ്ത് കൊടുക്കാം. ബലാനോ മാരുതിന്റെ ബലാനോ. ഇത് ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. 2017 ആൽഫ RS കേട്ടോ. ആ, എത്ര ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. 90,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? പെട്രോൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ ചെക്ക് ചെയ്യാനുള്ള. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 5,90 ആണ്. അതിന്റെ രീതിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം 5,90 2017 ആൽഫ. ഓക്കെ. എത്ര ലോൺ കയറും? ഇതിന്മേൽ ഒരു 5,500 കിലോ 5 ലക്ഷം രൂപ വരെ കയറും. 40,000 രൂപ ഉണ്ടെങ്കിൽ 2017 മോഡൽ പെട്രോൾ കൊണ്ട് ഇറക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ഫോർഡിന്റെ എക്കോസ്പോർട്ടോ. എക്കോസ്പോർട്ട് ഉണ്ട്. ടൈറ്റാനിയം സിംഗിൾ ഓണർ, പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2000 ഏതാ മോഡൽ? 2015 മോഡൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. 1,20,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്കാളുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 4,90. 4,90,000. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. എത്ര ലോൺ കയറും? ഇതിന്മേൽ ഒരു 3.5 to 4 ചെയ്ത് കൊടുക്കാം. 3.5 to 4 ചെയ്ത് കൊടുക്കാം. എന്തായാലും 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡൽ. 2018 മോഡൽ. ഓപ്ഷൻ ഏതാ വരുന്നത്? VXI ആണ്. VXI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000. 80,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ഇത് പ്രൈസ് വരുന്നത്? ഇത് 5,70,000. 5,70,000. എത്ര ലോൺ വരും? ഇതിന്മേൽ 5 lakh ചെയ്ത് കൊടുക്കാം. 5 lakh ചെയ്ത് കൊടുക്കാം. ഒരു 70,000 ഉണ്ടെങ്കിൽ 2017 മോഡൽ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു വർണ്ണ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡൽ SX ആണ് വണ്ടി കേട്ടോ. 2014 മോഡൽ. SX. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്ററോ? 1,30,000 കിലോമീറ്റർ. 1,30,000. ഡീസൽ അല്ലേ വരുന്നത്? കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് ആസ്കിങ് ചെയ്യേണ്ടത് 4 ലക്ഷം രൂപ കേട്ടോ. 4 ലക്ഷം രൂപ. ഒരു ആവറേജ് ടയർ വരുന്നത്. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപ തന്നെ. ഓക്കെ. ടയർ ഒരു ആവറേജ് ടയറാണ് വരുന്നത്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് കുറച്ച് ലോ ബഡ്ജറ്റുള്ള വണ്ടികൾ കാണിക്കാം. ഏതാ കാണിക്കട്ടെ? നിങ്ങൾ മുന്നിലെടുത്ത്. 2013 ലീവ. 2013 ലീവ. ബ്ലാക്ക് ലീവ. റീപ്ലേസ് ഇല്ലാത്ത റീ വണ്ടി കേട്ടോ. റീ ആണ്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,40,000 മീറ്ററിൽ വന്നത്. മീറ്ററിൽ പക്കാണോ? ജെനുവിനാണോ? എന്താ അറിയില്ല, നമുക്ക് ഇഷ്ടമില്ല. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 3,70,000. 3,70,000. എത്ര ലോൺ കയറും? 2.5 ചെയ്ത് കൊടുക്കാം. 2.5 ചെയ്ത് കൊടുക്കാം. ഒരു 1,30 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഇറക്കി കൊടുക്കാം. മാക്സിമം വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഇനി ഹോണ്ട സിറ്റി ആണ്. 2008 മോഡൽ. 2008 മോഡൽ ഹോണ്ട സിറ്റി. പെട്രോൾ. ഓണർഷിപ്പോ? ഇത് ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. 3ാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? 80,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പർ ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് ഫൈനലിൽ 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. 5 വർഷത്തിലുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് 1.5 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? പെട്രോൾ ആണ് വരുന്നത്. 2008 ഹോണ്ട സിറ്റി ആണ് വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഫോർഡ് ഫിഗോ. 2010 മോഡൽ. 2010 മോഡൽ ഫോർഡ് ഫിഗോ. ഡീസലാണോ? ഡീസൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5.
1.5 ഓടിയിട്ടുണ്ട്. 4ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് 1,35. 1,35,000. 2011 നമ്മുടെ 1,20 ഉണ്ട് കേട്ടോ. 2011 ഫോർഡ് ഫിഗോ ഡീസൽ തന്നെയല്ലേ? ഡീസൽ. എത്രാമത്തെ ഓണർഷിപ്പാ? 4ാമത്തെ ഓണർഷിപ്പ്. 4 കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. 1,20 ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 1,20. 1,20 തന്നെയാണ് ചോദിക്കുന്നത്. ഇത് ലോൺ കയറോ? ലോൺ നമുക്ക് ഒരു 70-80 രൂപ ചെയ്ത് കൊടുക്കാം. ഏതാണ്, ബാങ്ക് തന്നെയാണോ? ശ്രീരാം ചെയ്ത് കൊടുക്കാം അല്ലേ? 80 വരെ ചെയ്ത് കൊടുക്കാം. 70-80 ചെയ്ത് കൊടുക്കാം അല്ലേ? 1,20 2010 ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഗ്ലോബൽ ഫേസ്റ്റ് ആണോ? ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 മോഡൽ. 2012 മോഡൽ. അതെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,12,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏതാ ഫീൽ വരുന്നത്? ഡീസൽ. ഡീസലാണ് വരുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ നമുക്ക് നോക്കിയിട്ടില്ല, നോക്കണം. പ്രൈസ് എങ്ങനെ വരുന്നത്? 2,40. 2,40,000. 2,40. ലോൺ കയറോ? ലോണ് നോക്കാം നമുക്ക്. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് വിസ്റ്റ ആണ്. 2010 വിസ്റ്റ. 2010 ഇൻഡിക വിസ്റ്റ. 85,000 രൂപ. 85,000 രൂപയ്ക്ക്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,05,000. 1,05,000 കിലോമീറ്റർ. റീപ്ലേസ് നിങ്ങളുണ്ടോ? ഒന്നുമില്ല. ബ്ലാക്ക് കളർ. ടാറ്റ ഇൻഡിക ഇത് മാത്രമേ ഉള്ളൂ വരുന്നത്? വിസ്റ്റ ഒരുപാടുണ്ട്. വിസ്റ്റ 2010 1,20 വിസ്റ്റ 2010 1,40 വിസ്റ്റ മാൻസ 2010 1,35 1,35 ഇത് വിസ്റ്റ എത്ര വരുന്നത്? ഇത് 1,20. 2010 കോട്ടറേറ്റ്. 1,20 കോട്ടറ ജെറ്റാണ് വരുന്നത്. സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ് വരുന്നത്. ഏവിയോ ആണോ? ഇതേതാണ് വരുന്നത്? ഏറ്റവും ഫുൾ ഓപ്ഷൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2009 മോഡൽ ഷെവർലൻ്റെ ഏവിയോ. 2009 മോഡലല്ലേ? അതെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ. കിലോമീറ്ററോ? 1,30,000. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1,20 എക്സ്ചേഞ്ചാണ്. എയർ ബാഗ് അലവീസ് അതിനകത്ത് വന്നിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. പ്രൈസ് വരുന്നത്? പ്രൈസ് 1,20 ചോദിക്കുന്നത്. 1,20 മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ? മാക്സിമം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ സ്വിഫ്റ്റ് ഏതാ വരുന്നത്? അത് 2010 മോഡൽ. വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5. 1.5. വീഡിയോ ആണ് വരുന്നത്. ചെറിയ കാര്യങ്ങളുണ്ടോ? കാരണം സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? കാറും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ആസ്കിങ് ചെയ്യുന്നത് 2.5 ലക്ഷം. 2.5 ലക്ഷം രൂപ. 2010 സിംഗിൾ ഓണർഷിപ്പ്. 1.5 കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ. അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ വൃത്തിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടയറും വരുന്നുണ്ടല്ലേ? നമുക്ക് 1.5 ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. എത്ര വരെ? 1.5 ലോണും ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു സാൻഡ്രോ വരുന്നുണ്ട്. സാൻഡ്രോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സാൻഡ്രോ 2010 മോഡൽ GS. 2010 മോഡൽ. ഓക്കെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. 90,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്ന പ്രൈസ്? 1,15. 1,15. 2010 സാൻഡ്രോ. ക്വാളിറ്റി ബീറ്റ് ഉണ്ട്. പെട്രോൾ. ഏതാ മോഡൽ വരുന്നത്? ബീറ്റ് ഡീസലും ഉണ്ട്, പെട്രോളും വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? 2010 മോഡൽ LS. 2010 മോഡൽ LS. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 77,000. 77. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓടിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. ഇച്ചിരി കാര്യങ്ങളുണ്ടോ? ചോദിക്കാൻ എൻ്റെ മര്യാദ അല്ലേ ബ്രോ? പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് ഇത് 1,25,000. 1,25. നെഗോഷ്യബിൾ ആണോ? ചെയ്ത് കൊടുക്കാം. ഒരു വണ്ടി നമുക്ക് ഫിക്സഡ് അല്ല. ഓക്കെ. ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനിയിപ്പോൾ ഒമനി വരുന്നുണ്ട്. ഒമനി ഏതാ വരുന്നത്? 2007 മോഡൽ. 2007 മോഡൽ. LPG ആണോ? LPG ഉള്ള ടൈപ്പ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. 27-28 പേപ്പർ ഉണ്ട് കേട്ടോ. 27-28 വരെ പേപ്പറുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. 1,20 ഓടിയിട്ടുണ്ട്. പ്രൈസ് അങ്ങനെ വരുന്നത്? ഇത് 80 രൂപ. 80 രൂപയ്ക്ക്. 80 രൂപ ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലൊക്കെ മാറ്റി കൊടുക്കാം. നീ ചെയ്ത് കൊടുക്കും. അതെ. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഒരുപാട് എനിക്ക് ഏതാ വണ്ടി പറഞ്ഞു. ഞാനും ഏതാ മോഡൽ വരുന്നത്? 2012 മോഡലാണ്. 2012 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 65,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ? ഹിസ്റ്ററി ഉണ്ടാവും. പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്? 65,000. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 65,000. ഞാൻ വിചാരിച്ചു ഞാൻ പ്രൈസ് ചോദിക്കാതെ ഈ പറഞ്ഞതാണോ എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ 65,000 രൂപ 2012 നാനോ കൊടുക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്നത് ഇതാണോ? ഇതാ സാധനം എന്തായിരിക്കും? ബൊലേറോ. ഇതെങ്ങനെ എമ്മാരി മോഡിഫിക്കേഷൻ ആണോ ചെയ്തത്? ഫുള്ളായിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. ആടാ മൊത്തത്തിൽ മാറ്റം വരുത്തിക്കണല്ലോ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം രൂപ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ല. ഇത് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ വീടിന്റെ ഫൈന് കാര്യങ്ങളൊക്കെ RC മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? RC മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ മെൻഷൻ ചെയ്ത്? ഇതിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്താണെങ്കിൽ നമുക്ക് RC പാർട്ടിക്കാണ് ഈ ലെവലിലുള്ള ഫുൾ സാധനങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. RC മെൻഷൻ ആണെന്ന് പാർട്ടി പറഞ്ഞു. RC നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലക്ഷത്തിന്റെ മോഡിഫിക്കേഷൻ പോലീസ് ഫൈൻ ചെയ്യില്ലാന്നാ പറഞ്ഞത്. എന്താ അറിയില്ല. ഗ്യാരണ്ടി പറഞ്ഞ ശ്രദ്ധിച്ച് പറയണോ? അതായത് RC മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ RC കോപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2010. അപ്പൊ ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ RC മെൻഷൻ ചെയ്തിരിക്കുന്ന മുസഫീർ പറഞ്ഞത്. മുസഫീർ ഞാൻ അതേമാതിരി പറയുന്നുണ്ട്. RC കാര്യം നമ്മൾ പറഞ്ഞത്. ഓക്കെ.
ഡീറ്റെയിൽസ് നമുക്കറിയില്ല കേട്ടോ. 2015 മോഡല്, പിന്നെ DI ആണ്. ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് 6,60,000. 6,60,000. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,02,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്റ്റഡി കാര്യങ്ങൾ പക്കാണ്ട്. ഒക്കെ ഉണ്ട്. റീപ്ലേസ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയരുത്, ഫുള്ളും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലേ വരുന്നത്. മേജറായിട്ട് കുറ്റിയും അപ്പുറവും കാര്യങ്ങളും. നമ്മൾ ഇന്ന് കാണിച്ച വണ്ടികളിൽ ചിലതൊക്കെ കാണിക്കാത്തതുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്റെ നമ്പറിലേക്ക് ഒരു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഒരു ലിങ്ക് വരും. അതിൽ കയറി ഇവിടെയുള്ള ഫുള്ള് സ്റ്റോക്കിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോ ഏകദേശം ഒരു 10-25 വണ്ടി മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ഇനി ബാക്കിയുള്ള വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. അപ്പൊ തന്നെ ലിങ്ക് വരും. അതിൽ കയറിയാൽ ഓട്ടോമാറ്റിക് ലിങ്ക് വരും. അതിൽ കയറിയാൽ ഇവിടെ മൊത്തം ഡീറ്റെയിൽസ് വരും. അത് പ്രൈസ്, മോഡല്, കാര്യങ്ങൾ, കിലോമീറ്റർ ഒക്കെ അറിയാം. ഓക്കെ, ആ പ്രൈസ് ആയിരിക്കില്ലല്ലോ നമ്മളെ പ്രൈസ്. ചെയ്യുന്ന പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാർട്ടി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്തു. ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് തറയിട്ടാല്. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ ക്യാഷ് കാർബണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ആദ്യം വീട്ടുമുറ്റത്തേനി അവിടെ ഒരു 100 മീറ്റർ മുമ്പോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അവിടെയും കുറച്ച് വണ്ടികളുണ്ട്. ഇവിടെ സ്റ്റോക്ക് അവിടെ കാറ്റലോഗിൽ ഉണ്ടാവല്ലോ. മൊത്തം വണ്ടി മൊത്തത്തിലുണ്ടാവും. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.